ഭരണഘടനയുടെ ആ മുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതനിരപേക്ഷത എന്ന വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ചില ആളുകളുടെ ആവശ്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ദർശനങ്ങൾക്കു നേരെയുള്ള പ്രത്യക്ഷമായ ആക്രമണമാണ്. ഇന്ത്യയുടെ മഹത്തായ കൊളോണിയൽ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒന്നിച്ചു പോരാടിയ വിവിധ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ അത് പ്രതിഫലിപ്പിക്കുന്നു. അടിസ്ഥാന തത്വങ്ങളായ സോഷ്യലിസവും മതനിരപേക്ഷതയും ആമുഖത്തിൽ മാത്രമല്ല ഭരണഘടനയിൽ ഉടനീളം ഇഴചേർക്കപ്പെട്ടതാണ്. സോഷ്യലിസത്തിന്റെയും മതനിരപേക്ഷതയുടെയും സത്ത ഈ അടിസ്ഥാന മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ വഴികാട്ടിയായി തുടരും. ഏതു മതവിശ്വാസികൾക്കും മതരഹിതരായി ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ്. ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ച് മതിയാകൂ. ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ അടിത്തറയിലാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവമായിരിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന കാര്യമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണിത്. എന്നാൽ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയെയുമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുമുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ല. അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല. ജനാധിപത്യ ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് ഫെഡറലിസത്തിന്റെ സൗന്ദര്യത്തിലാണ്. ശക്തമായ കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളുമാണ് ഫെഡറലിസത്തിന്റെ കാതൽ. എന്നാൽ ചില പ്രത്യേക താല്പര്യങ്ങൾ കടന്നു വരികയും ഫെഡറലിസത്തിന്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. തുടർച്ചയായ അവഗണന നേരിടുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത് ഫെഡറലിസത്തിന്റെ പരാജയത്തെയാണ് നാം കാണുന്നത്. ദുരന്ത മുഖത്തുപോലും കേരളത്തിനോട് കാണിക്കപ്പെടുന്ന അവഗണന നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത കാര്യമാണ്. ചൂരന്മലയിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെടാത്ത ഒരു ഘട്ടത്തിൽ 2005 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം ദുരന്ത ഭൂമിയിലെ ജനങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം എടുക്കണം. ആ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. മലപ്പുറത്ത് ഇന്ന് നാം ഈ പെരുമഴയത്ത് ഒത്തുചേരുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായി ഇതിനേക്കാൾ വലിയ പെരുമഴയുണ്ടായാലും മണലിൽ ചാലുകളിൽ ചോരയൊഴുക്കി ഒരു ജനത നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ ശക്തമായി നാം സംരക്ഷിക്കും എന്നതിന്റെ പ്രഖ്യാപനമാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സേനാംഗങ്ങളടക്കം ഇവിടെ കാണിച്ച ആവേശഭരിതമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യദിന പരേഡ് എന്ന് അഭിമാനത്തോടെ സർക്കാരിന് വേണ്ടി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു മഹത്തായ യാത്രയാണ്. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താനുള്ള മഹാപ്രയാണം. ഈ യാത്രയിൽ ഭഗത് സിംഗിന്റെ സ്വാതന്ത്ര്യ അഭിവാജ്ഞയും മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വങ്ങളും സത്യാഗ്രഹ മുദ്രകളും ജവഹർലാൽ നെഹ്റുവിന്റെ ശാസ്ത്രബോധവും യുക്തിചിന്തയും സുഭാഷ് ചന്ദ്രബോസിന്റെ ധൈര്യവും സ്ഥൈര്യവും ബാബാ സാഹിബ് അംബേദ്കറുടെ നിശ്ചയദാർഢ്യവും പുരോഗമന ചിന്തയും സർദാർ വല്ലഭായി പട്ടേലിന്റെ ദേശീയ ബോധവും വികസന സങ്കല്പങ്ങളും നമുക്ക് വഴികാട്ടികളായി ഭവിക്കട്ടെ. ഏതെങ്കിലും കുറവുകളുടെ പേരിലോ തന്റേതല്ലാത്ത കാരണത്താലോ ആരെയും മാറ്റി നിർത്താത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതുമായ മഹത്തായ നാളുകളിലേക്ക് ഇന്ത്യ ഉയരട്ടെ. അസഹിഷ്ണുതയും അസമത്വവും ഏകാധിപത്യവുമല്ല, ബഹുസ്വരതയും സമത്വവും സഹിഷ്ണുതയും ജനാധിപത്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ ആളിന് പോലും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് രാഷ്ട്രം എന്ന ആശയം മൂർത്തമാവുകയുള്ളൂ. ഒരു പുതിയ രാഷ്ട്ര നിർമ്മിതിക്ക് നാം എല്ലാവരും കൈകോർക്കുക എന്ന ആഹ്വാനത്തോടെ ഞാൻ ഉപസംഹരിക്കട്ടെ. ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമസ്കാരം.